Hi guys, welcome to my channel. ഇന്ന് ഞാൻ ഓണം മേക്കപ്പ് ലുക്ക് ആണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഓൾറെഡി സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് 5 മിനിറ്റ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ നെക്സ്റ്റ് സ്റ്റെപ്സിലേക്ക് പോകുന്നത്. നെക്സ്റ്റ് ഞാൻ ബയോട്ടിക് അണ്ടർ ജെൽ ആണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് നിങ്ങൾ കണ്ണ് അഥവാ പഫി ആയിട്ടുണ്ടെങ്കിൽ അതിനെ പോക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇതിനെ ഞാൻ നന്നായിട്ട് അണ്ടർ ഐസിൽ മസാജ് ചെയ്യാണ്. നെക്സ്റ്റ് ഞാൻ ലിപ് ബാം ആണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് ബ്ലൂ ഹെവൻ്റെതാണ്. പിന്നെ നമുക്ക് ലാക്മേ സ്കിൻ പ്രൈമർ യൂസ് ചെയ്യാം. ഇത് കുറച്ചെടുത്തിട്ട് നമുക്ക് ഫുൾ ഫേസിൽ അപ്ലൈ ചെയ്യാം. പ്രൈമർ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് സ്കിന്നിലെ പോർസിനെ ഫിൽ ചെയ്തിട്ട് സ്മൂത്ത് ആയിട്ടുള്ള എഫക്റ്റ് തരും. അപ്പോൾ നമ്മൾ ഫൗണ്ടേഷനോ കൺസീലറോ BB ക്രീമോ എന്താണോ അപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ അത് നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് സ്കിന്നിലിരിക്കും. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് കൺസീലറിലേക്ക് കിടക്കാം. ഞാൻ മേബിലിൻ ഫിറ്റ് മീ കൺസീലറാണ് യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ സ്കിന്നിലെ ആക്നെ, ഡാർക്ക് സ്പോട്ട്സ് എന്നുള്ള ഏരിയയിലൊക്കെയാണ് ആദ്യം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഹൈലൈറ്റ് ചെയ്യേണ്ട സ്ഥലങ്ങളിലും അവിടെയും അപ്ലൈ ചെയ്യാം. ഒരു സ്പോഞ്ച് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാം. നമ്മൾ ആദ്യം സ്കിൻ മോയ്സ്ചറൈസ് ചെയ്തത് കൊണ്ട് ഇപ്പം കൺസീലർ നന്നായിട്ട് ബ്ലെൻഡ് ആവുന്നുണ്ട്. ഞാൻ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നില്ല. എൻ്റെ BB ക്രീമാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഫൗണ്ടേഷൻ കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് CC ക്രീമും യൂസ് ചെയ്യാം. ഈ BB ക്രീമിനെ ഞാൻ ഡോട്ട് ചെയ്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാണ്. ഇത് കൈ കൊണ്ടാണ് ഏറ്റവും നന്നായിട്ട് ബ്ലെൻഡ് ആവുക. BB ക്രീം സെറ്റ് ആവുന്നത് വരെ നമുക്ക് ഐബ്രോസ് ചെയ്യാം. നാച്ചുറൽ ലുക്ക് ആണല്ലോ ഉദ്ദേശിക്കുന്നത്. സോ ഐബ്രോസിനെ ജസ്റ്റ് ബ്രഷ് ചെയ്തിട്ട് ഞാൻ ഐബ്രോ പെൻസിൽ യൂസ് ചെയ്തിട്ട് ലൈറ്റായിട്ട് ഫിൽ ചെയ്യാനാണ് പോകുന്നത്. എപ്പോഴും ഓർമ്മിക്കുക, അത് ഐബ്രോസിന്റെ ഹാഫ് ആയിട്ടുള്ള പോർഷനിൽ നിന്നും എൻഡ് വരെ മാത്രമേ ഡാർക്കായിട്ട് ചെയ്യാൻ പാടുള്ളൂ. ഈ സ്റ്റാർട്ടിംഗ് പോർഷനിൽ ഡാർക്കായിട്ട് ഫിൽ ചെയ്യാൻ പാടില്ല. എൻ്റെ കയ്യിൽ കൺമഷിയില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഈ ഐബ്രോ പെൻസിലിനെ കൊണ്ട് തന്നെ ലൈറ്റായിട്ട് എൻ്റെ കണ്ണിന്റെ താഴത്തെ ഭാഗത്ത് ലൈറ്റായിട്ട് ലൈൻ ചെയ്യാണ്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ ഞാൻ കണ്ണിന്റെ മേലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഐലൈനർ ലുക്കാണ് ചെയ്തിരിക്കുന്നത്. അതെനിക്ക് ക്യാമറയിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല, സോറി. ഇത്ര സമയം കൊണ്ട് നമ്മളെ സ്കിന്നിന്റെ ബേസ് നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് കോൺടൂർ, ഹൈലൈറ്റ് അതിനൊക്കെ പോവാം. ഞാൻ യൂസ് ചെയ്യുന്നത് സിവാന കളേഴ്സിന്റെ പാലറ്റാണ്. ഈ ബ്രൗൺ ഷെയ്ഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇയേഴ്സിൽ നിന്നും ചീക്സിന്റെ 3/4 ഏരിയ വരെ ഒരു തിക്ക് ആയിട്ടുള്ള ലൈൻ വരയ്ക്കുക. എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം. ഇത് NoBrush ട്യൂട്ടോറിയൽ ലൈനെ കൊണ്ടാണ് ഞാൻ കൈ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബ്രഷോ സ്പോഞ്ചോ എന്താ വെച്ചാൽ യൂസ് ചെയ്യാം. അപ്പൊ നെക്സ്റ്റ് നമുക്ക് ഹൈലൈറ്റർ എടുത്തിട്ട് ചീക്ക് ബോൺ ഏരിയയിൽ ഒന്ന് ഡാബ് ചെയ്യുക. ഒന്നിങ്ങനെ ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് മെല്ലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ബ്ലഷിന്റെ മുമ്പേ തന്നെ ഹൈലൈറ്റർ യൂസ് ചെയ്യുന്നത് നാച്ചുറൽ ഗ്ലോ പോലെ ഫീൽ ആകാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമുക്ക് ബ്ലഷിലേക്ക് പോകാം. ബ്ലെൻഡിങ് ഇസ് ദ കീ. നെക്സ്റ്റ് ഞാൻ ഈ ഹൈലൈറ്റർ ഷെയ്ഡ് തന്നെ ഐ ഷാഡോ പോലെ യൂസ് ചെയ്യാൻ പോവാണ്. ഞാൻ ഐ ഷാഡോ ആയിട്ട് പ്രോപ്പർ ആയിട്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് കണ്ണിന്റെ ഇന്നർ കോർണർ ഏരിയയിൽ മാത്രമേ ഞാൻ യൂസ് ചെയ്യുന്നുള്ളൂ. ഇത് എന്റെ ചെറിയ കണ്ണിനെ കുറച്ചും കൂടി വലുതായിട്ട് തോന്നിക്കുന്ന ഇല്യൂഷൻ കാണിക്കും. അപ്പൊ നമ്മൾ നെക്സ്റ്റ് ലിപ്പിലേക്ക് പോവാം. ഞാൻ നൈക്ക ലിപ് ക്രയോൺ ആണ് യൂസ് ചെയ്യുന്നത്. ഇൻ ദ ഷെയ്ഡ് ബ്രിക് മീ റെഡ്. എല്ലാ പ്രൊഡക്ട്സിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടാകും, നോക്കൂട്ടോ. ഇത് ഞാൻ ഫസ്റ്റ് ലൈറ്റ് ആയിട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. പിന്നെ 5 മിനിറ്റ്സ് വെയിറ്റ് ചെയ്തിട്ട് പിന്നെ റീ അപ്ലൈ ചെയ്യുക. അപ്പോഴത്തേക്കും അത് സെറ്റ് ആവും. അപ്പൊ ലിപ്സ്റ്റിക് കുറെ നേരത്തേക്ക് നിൽക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഫസ്റ്റ് ലെയർ അപ്ലൈ ചെയ്തതിന് ശേഷം കോമ്പാക്ട് പൗഡർ എടുത്തിട്ട് ലിപ്സ്റ്റിക്കിന്റെ മുകളിൽ ലൈറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക. ഇത് ഇമ്മീഡിയറ്റ്ലി സെറ്റ് ആവും. അതിനുശേഷം പിന്നെ ലിപ്സ്റ്റിക് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് മാറ്റ് ലുക്ക് ആണ് വേണ്ടത് വെച്ചാൽ ഈ സ്റ്റെപ്പ് വരെ നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്യാം. ഇപ്പം ലിപ് ഗ്ലോസ് ഒക്കെ ട്രെൻഡിങ്ങിലാണല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഈ ലുക്കിനെ കംപ്ലീറ്റ് ചെയ്യാൻ ലിപ് ഗ്ലോസ് യൂസ് ചെയ്യാമെന്ന്. സോ ഞാൻ യൂസ് ചെയ്യുന്നത് മിസ് ക്ലെയറിന്റെ ലിപ് ഗ്ലോസ് ആണ്.
ഇനി ഒരു പൊട്ടോ ഒരു ചന്ദനക്കുരിയും കൂടി ഇട്ടാൽ ഈ ലുക്ക് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ലുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോന് ഒരു ലൈക്ക് കൊടുക്കുക. പിന്നെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബും ചെയ്യുക കേട്ടോ പ്ലീസ്. സോ ഞാൻ അടുത്ത വീഡിയോയിൽ കാണാവുന്നതുവരെ ബൈ.